ജ്യോതിശാസ്ത്രത്തിലെ മേടൻ രാശിയിലെ രണ്ടാമത്തെ നക്ഷത്രമാണ് ഭരണി. സ്നേഹത്തിന്റെയും കലയുടെയും സൗന്ദര്യത്തിന്റെയും ഐക്യത്തിന്റെയും ഗ്രഹമായ ശുക്രനാണ് ഇതിനെ ഭരിക്കുന്നത്. സത്യത്തെയും അച്ചടക്കത്തെയും ജീവിതത്തിന്റെ ധാർമ്മിക പാതയെയും പ്രതിനിധീകരിക്കുന്ന മരണദേവനായ യമനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ. ജീവിതത്തിന്റെയും സൃഷ്ടിയുടെയും പവിത്രമായ ഉറവിടമായ ഗർഭാശയത്തെ പ്രതിനിധീകരിക്കുന്ന യോനിയാണ് ചിഹ്നം. ജനനം, പോരാട്ടം, നവീകരണം എന്നിവയിലൂടെയുള്ള യാത്രയെയാണ് ഇത് കാണിക്കുന്നത്. ശക്തമായ ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും അഭിനിവേശമുള്ളവരും സർഗാത്മകരും സത്യസന്ധരും ധൈര്യശാലികരും വൈകാരികമായി ദൃഢതയുള്ളവരും കരുതലുമുള്ളവരാണ് ഭരണി നക്ഷത്രക്കാർ. സ്വതന്ത്രമായ അഭിപ്രായം പ്രകടിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർ അനീതി സഹിക്കില്ല. എന്നിരുന്നാലും യമന്റെ സ്വാധീനം കാരണം ഇവർക്ക് വൈകാരിക ഉയർച്ച താഴ്ചകൾ, അക്ഷമ അല്ലെങ്കിൽ ആന്തരിക സമ്മർദ്ദം എന്നിവ ഉണ്ടാകാം. തങ്ങളുടെ ആഗ്രഹങ്ങളെ ലക്ഷ്യമാക്കി മാറ്റിക്കൊണ്ട് ജന്മസിദ്ധമായ കഴിവുകളെ വിവേകപൂർവ്വം ഉപയോഗിക്കണം. വൈകാരിക സംഘർഷങ്ങൾ മൂലമോ അമിതമായി ചിന്തിക്കുന്നത് മൂലമോ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും ഇവർക്ക് അനുഭവപ്പെടാം. വെള്ളിയാഴ്ചകളിൽ ഓം ശുക്രായ നമഃ എന്ന് ജപിക്കുക. ലക്ഷ്മി ദേവിക്ക് വെളുത്ത പൂക്കളോ മധുര പലഹാരനോ സമർപ്പിക്കുക. മുതിർന്നവരോടുള്ള കരുതൽ യമദേവനെ സന്തോഷിപ്പിക്കും. ക്ഷമ, ധ്യാനം, കരുണ എന്നിവ പരിശീലിപ്പിക്കുക. അടുത്ത നക്ഷത്രം കാർത്തിയെ കുറിച്ച് അറിയുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക. കാത്തിരിക്കുക.